ഹലോ ഫ്രണ്ട്സ്, ശ്രീജു വരാലാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. ചിക്കൻ ഇപ്പോൾ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല, ജിഞ്ചർ ഗാർലിക്കും പെപ്പർ, അതുപോലെ പച്ചമുളക്, കുറച്ച് സോയാ സോസും, ജീരകം, ഉപ്പ്, കറുവാപ്പട്ട, ബൈ ലീഫ് എന്നിവയാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് ചിക്കൻ ഇടുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നല്ല രീതിയിൽ. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഓവനിൽ കയറ്റാനാണ്. ഓവനിൽ വെച്ച് വേവിക്കുന്നതാണ്. അപ്പോൾ അത് വേണ്ടി ഒരു ട്രേയിലിട്ട് നല്ല രീതിയിൽ ഓവനിൽ കയറ്റി വേവിച്ചെടുക്കാം. സാധാരണ രീതിയിൽ കുക്കറിലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. ഓവൻ്റെ ടെമ്പറേച്ചർ പറയുന്നത് 185 180ലും വെക്കാം. ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം നമ്മളെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല അടിപൊളിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് അത്രേ പണിയുള്ളൂ. ഇനി മസാല ആക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത്. അതിനൊരു ചട്ടി എടുത്ത് വെക്കുക. അതിൽ കുറച്ച് എണ്ണ, ജീരകം, അതുപോലെ പച്ചമുളക്, ഉള്ളി, ചുവന്ന മുളക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക നല്ല രീതിയിൽ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് കൊത്തമ്പാരിപ്പൊടി, അതുപോലെ ചെറിയ രീതിയിൽ മുളക് പൊടി മതി. കാരണം കൂടുതലാണ് കുരുമുളക് പൊടിയാണ് ഇതിന് ചേർക്കുന്നത്. പിന്നെ സോയാ സോസും കൂടി ഇതിൽ ഒഴിക്കുക നല്ല രീതിയിൽ. അപ്പുറത്ത് മട്ടനാണ്, അതുപോലെ ഇപ്പുറത്ത് പനീർ, ഗ്രീൻ പീസ് വിത്ത് പനീറാണ്. ഇത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ഇടുക. ചിക്കനിൽ കുറച്ച് വെള്ളമുണ്ട്, അത് മാത്രം മതി ഇതിന്. ഡ്രൈ ആയിട്ട് ഇല്ല. ഒരു പെപ്പർ ചിക്കനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ശേഷം ചിക്കൻ ഇപ്പോൾ ഇടാനുള്ള പാകത്തിലായിട്ടുണ്ട്. ചിക്കൻ ഇട്ട് ആ ചിക്കനിലുള്ള കുറച്ച് വെള്ളമാണ് അതിൽ കാണുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഏകദേശം നല്ല രീതിയിലുള്ള പെപ്പർ ചിക്കൻ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.